ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. അപ്പൊ നമ്മൾ സ്ക്വയർ ആൻഡ് റൈറ്റ് ട്രയാങ്കിൾ എന്നുള്ള ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു. അപ്പൊ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് പൈതഗോറസ് തിയറം അല്ലെ. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചോദ്യം ലാസ്റ്റ് പാർട്ടിലേക്കൊക്കെ ആയിട്ടില്ലേ. അപ്പൊ ആ ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് സംശയം വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്ട്രാ ക്വസ്റ്റ്യൻ എന്റെ മക്കൾക്ക് വേണമെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ അതിലുള്ള ആദ്യത്തെ ഒരു ചോദ്യമാണ് നമ്മളെ ബോർഡിൽ കാണുന്ന ചോദ്യം. ഒന്ന് വായിച്ചു നോക്കിക്കേടാ. 2 മീറ്ററും 5 മീറ്ററും ഉയരമുള്ള 2 തൂണുകൾ 4 മീറ്റർ അകലത്തിൽ നിൽക്കുന്നു. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തോളാം. തൂണുകളുടെ മുകളറ്റം തമ്മിലുള്ള അകലം എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ എന്റെ എടുത്തതാ ഇവിടെ 2 മീറ്റർ നീളത്തിലും അതേപോലെ 5 മീറ്റർ നീളത്തിലും വലിയ വലിയ എന്തുണ്ട്, തൂണുകളുണ്ട്. ആ 2 തൂണുകൾ തമ്മിലുള്ള അകലം ഡിസ്റ്റൻസ് ആണ് 4 മീറ്റർ. ചോദിച്ച ചോദ്യം ഈ 2 തൂണുകളുടെയും മുകളറ്റം തമ്മിലുള്ള ഡിഫറൻസ്, ഈ ഒരു ചരിഞ്ഞ ഭാഗമല്ലേ, അത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇതെങ്ങനെയാ മിസ്സേ പൈതഗോറസ് തിയറം ആയിട്ട് ബന്ധപ്പെടുക എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പൊ മക്കളെ, ഇതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട് ഇതിനുള്ള ആൻസർ കണ്ടുപിടിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ ഒരു പിക്ചറിൽ എവിടെയായിരിക്കും നിങ്ങൾ റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യുക? എവിടെ വരയ്ക്കാൻ പറ്റും? ഇതേടാ, നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇവിടെ വരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ ഞാൻ വരച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി ഇല്ലേ? 90 ഡിഗ്രിയിലോ റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. ഇനി നിങ്ങൾ അതിന്റെ ഓരോന്നിന്റെയും ലെങ്ത് എഴുതി നോക്കാം. ഇവിടുന്ന് ഇവിടെ വരെ 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെയും എത്ര തന്നെ വരും? 4 സെന്റിമീറ്റർ തന്നെ വരും. ശരിയല്ലേ? ഇനി അടുത്ത് നോക്കിക്കേ, ഇത് ടോട്ടൽ 5 സെന്റിമീറ്ററാ. 5 മീറ്റർ ആണല്ലേ, സെന്റിമീറ്റർ അല്ലാട്ടോ, മീറ്ററിലാണ് പറയണേ. ഓക്കെ, റെഡി. 4 മീറ്റർ ആയിക്കോട്ടെ. ഇത് മൊത്തം 5 മീറ്ററിലാ. ഓക്കെ, അതില് ചെറിയൊരു കഷ്ണം ഇവിടുന്ന് ഇവിടെ വരെ, ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 2 മീറ്റർ ആണെങ്കിൽ ബാക്കിയുള്ളത് എത്രയായിരിക്കും ഇവിടെ വരിക? 5ന്ന് 2 പോയാല് 3 മീറ്റർ എന്ന് വരും. അപ്പൊ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ബേസും ഹൈറ്റും കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ, അതിന്റെ പെർപെൻഡിക്കുലർ സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഹൈപ്പോട്ടനസ് അല്ലെങ്കിൽ കർണം അല്ലെ, അതിന്റെ ഏറ്റവും വലിയ സൈഡ് കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ പഠിച്ച ഇക്വേഷൻ? ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസിന്റെ സ്ക്വയറും അതേപോലെ ഹൈറ്റ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയറും ആഡ് ചെയ്താൽ മതി. പഠിച്ചതല്ലേ? കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചത്. ഇനി സുഖമായിട്ട് കിട്ടുമല്ലോ അല്ലെ. ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് എത്രയാടാ? 4 അല്ലെ. അപ്പൊ 4ന്റെ സ്ക്വയറും ഹൈറ്റ് ആയിട്ടുള്ള 3ന്റെ സ്ക്വയറും ആഡ് ചെയ്യണം. കൂട്ടി നോക്കാം. ഹൈപ്പോട്ടനസ് സ്ക്വയർ ആണ്, ശ്രദ്ധിക്കണം. ഈസ് ഈക്വൽ ടു 4ന്റെ സ്ക്വയർ 16, 3ന്റെ സ്ക്വയർ 9. രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര വരെടാ? 25 എന്ന് വരും അല്ലെ. നമുക്ക് വേണ്ടത് ഹൈപ്പോട്ടനസ് മാത്രമാണ്, കർണം മാത്രം മതി. ഇവിടെ ഒരു സ്ക്വയർ എക്സ്ട്രാ ഉണ്ട് അല്ലെ. ഈ സ്ക്വയർ നേരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അത് എന്തായിട്ട് മാറും? റൂട്ടായിട്ട് മാറി. അപ്പൊ റൂട്ട് 25 എന്ന് പറഞ്ഞാൽ എത്ര വരൂടാ? 5 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരം എത്രയാണ്? 5 മീറ്റർ ആണ്. ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അവിടെ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആ പിക്ചറിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് വരച്ച് കണ്ടെത്താൻ മനസ്സിലാക്കണം. ആ ചോദ്യം അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്ന കാര്യമുള്ളൂ കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്ക്വയറിന് ഇങ്ങോട്ട് കൊണ്ടുപോയി അത് റൂട്ട് ആക്കാനുള്ള കാര്യം നിങ്ങളോട് മറന്നു പോകുന്നുണ്ട് പലരോടും. അപ്പൊ അത് മറക്കരുത്. നമുക്ക് ഹൈപ്പോട്ടനസ് അല്ലെങ്കിൽ കർണം മാത്രം കിട്ടിയാൽ മതി. ഈ ഒരു സൈഡ് മാത്രം കിട്ടാൻ ഇവിടെ സ്ക്വയർ വേണ്ട. സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി എപ്പോഴും ആ ഒരു അളവിനെ അല്ലെങ്കിൽ എവിടെയാണോ, 25 ആണെങ്കിൽ 25, 36 ആണെങ്കിൽ 36, ആ ഒരു അളവിന് റൂട്ട് കൊടുക്കാൻ മറന്നു പോകരുത്. ഇപ്പൊ റൂട്ട് 25 എന്ന് പറഞ്ഞാൽ എത്രയാ? 5 ആണ്. അപ്പൊ ഇതുപോലെ തന്നെ ഒരു ചോദ്യം നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇത് എത്താനുള്ള ചെയ്യാനുള്ള ഒരു രീതി വരെ ഞാൻ പറഞ്ഞുതരാം. ബാക്കി നിങ്ങൾ എന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. എന്താണ്? ചുവടെയുള്ള ചിത്രത്തിലെ ത്രികോണത്തിന്റെ വശത്തിന്റെ നീളം അല്ലെ, താഴത്തെ വശത്തിന്റെ നീളമാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ ഒരു ട്രയാങ്കിൾ ഞാനൊന്ന് മാറ്റി വരയ്ക്കുന്നുണ്ട് ഇപ്പുറത്തേക്ക്. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അല്ലെ. അതിലും റൈറ്റ് ട്രയാങ്കിൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എവിടെയാണ് നിങ്ങൾ റൈറ്റ് ട്രയാങ്കിൾ കാണുന്നത്? യെസ്, ഇതൊരു റൈറ്റ് ട്രയാങ്കിളാ അല്ലെ. ഇതിന് ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. 90 ഡിഗ്രി 90 ഡിഗ്രി. പക്ഷെ 2 റൈറ്റ് ട്രയാങ്കിളും ഒരേ അളവിലാ അല്ലെ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 12 ആണ്, ഇത് ഇങ്ങോട്ട് 30. അതുപോലെ തന്നെ അപ്പുറത്തെ എത്രയാ? 12, 30. അപ്പൊ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ, ഈ ഒരു ഒറ്റ റൈറ്റ് ട്രയാങ്കിളിന്റെ താഴെയുള്ള കുഞ്ഞി സൈഡ് കണ്ടുപിടിച്ചാൽ നമുക്ക് അത് തന്നെയായിരിക്കില്ല ഇപ്പുറം കിട്ടുക. അപ്പൊ രണ്ടും നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഇതിന്റെ ഇക്വേഷൻ ഒന്ന് മാറി വരും അല്ലെ. എന്താകും? നമുക്കിവിടെ ബേസിന്റെ സ്ക്വയർ കിട്ടാൻ 13ന്റെ സ്ക്വയറിൽ നിന്ന് 12ന്റെ സ്ക്വയർ കുറച്ചാ മതി
കുറയ്ക്കുകയാണ് വേണ്ടത്, കൂട്ടുകയല്ല. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എത്രയാണോ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുള്ളത് ഓടി വന്നിട്ട് കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ പൈതഗോറസ് തിയറമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ അതിന്റെ ഉത്തരവായിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വരാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.